ഭാരതമൊട്ടാകെയുള്ള ക്ഷത്രിയ രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിനു ശേഷം ഭഗവാൻ പരശുരാമന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. യുദ്ധങ്ങളിലുണ്ടായ രക്തച്ചൊരിച്ചിലും പാപങ്ങളും അദ്ദേഹത്തെ വേട്ടയാടി. ഇതിന് പരിഹാരമായി താൻ കീഴടക്കിയ ഭൂമി മുഴുവൻ അദ്ദേഹം ദാനം ചെയ്തു. എന്നാൽ തനിക്ക് തപസ് ചെയ്യാനും സമാധാനമായി ജീവിക്കാനും സ്വന്തമായൊരിടം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം സഹ്യാദ്രിയുടെ അഥവാ പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ പോയി നിന്ന് വരുണദേവനെ പ്രാർത്ഥിച്ചു. തന്റെ തപസ്സിൽ സംപ്രീതനായ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് വസിക്കാൻ അല്പം ഭൂമി വേണമെന്ന് പരശുരാമൻ ആവശ്യപ്പെട്ടു. തന്റെ കൈവശമുള്ള മഴു കടലിലേക്ക് എറിയാനും ആ മഴു വീഴുന്നിടം വരെ കടൽ വഴിമാറിക്കൊടുക്കുമെന്നും വരുണൻ അരുളി ചെയ്തു. പരശുരാമൻ തന്റെ സർവ്വശക്തിയും സംഭരിച്ച് ശിവൻ നൽകിയ ആ ദിവ്യമായ മഴു വടക്കുഭാഗത്തുള്ള ഗോകർണത്ത് നിന്നു തെക്കോട്ടെറിഞ്ഞു. മിന്നൽ പിണർ പോലെ ആകാശത്തിലൂടെ പാഞ്ഞ മഴു തെക്ക് കന്യാകുമാരിയിൽ ചെന്നു പതിച്ചു. പെട്ടെന്നു തന്നെ അത്ഭുതകരമായ രീതിയിൽ കടൽ പിൻവാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളം പിറന്നത്. ഭൂമി ഉണ്ടായെങ്കിലും അത് വസിക്കാൻ യോഗ്യമായിരുന്നില്ല. ലവണാംശമുള്ള മണ്ണും പാമ്പുകളുടെ ശല്യവും കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടി. പരശുരാമൻ വീണ്ടും തപസ് ചെയ്ത് പാമ്പുകളുടെ രാജാവായ അനന്തനെ പ്രസാദിപ്പിച്ചു. അനന്തന്റെ നിർദ്ദേശപ്രകാരം പാമ്പുകളെ ഭൂമിയുടെ കാവൽക്കാരായി നിശ്ചയിക്കുകയും സർപ്പക്കാവുകൾ മണ്ണിലെ ഉപ്പുവെള്ളം മാറ്റി കൃഷിക്ക് അനുയോജ്യമാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ആ ഭൂമിയെ 64 ഗ്രാമങ്ങളായി തിരിക്കുകയും ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കലകളും ആചാരങ്ങളും വിദ്യകളും പകർന്നു നൽകുകയും ചെയ്തു എന്നാണ് കഥ.